എന്തെങ്ങനെ നോക്കിയിരിക്കണേന്നല്ലേ, വേറെ ഒന്നല്ല, ഒരു ചെറിയ വിഷു പരിപാടി. എന്നാൽ പിന്നെ അതിന് പോയാലോ? വെറുതെ കിട്ടിയൊരു സുഖമുണ്ടല്ലോ, നല്ലതാ. രോഹന്റെ ഒരു കെയറിങ് കാണുമ്പോഴാ എന്താ പക്ഷെ പറയാനല്ലേ? ഇതെന്ത് അഭിനയിക്കണേ? ഓ എന്തുട്ടിന് അവിടെ ഒറ്റയ്ക്ക് വഴി മുമ്പൊക്കെ വിളിച്ച് വഴി കിടക്കണ വണ്ടി വണ്ടിയോട്ട് അറിയില്ല, ഇറങ്ങി പോടാ. മതി മതി അമ്മാവിനെ ഇടിക്കടാ. ആള് മാറിയതല്ല ഗൈസ്, വീഡിയോ എടുക്കാൻ വേണ്ടി മാറിയതാ. ഒന്നോ തെറ്റ് ഏതാ മൂടവേ. ഞാൻ ഈ ക്യാമറ ഉണ്ടാക്കുമ്പോഴേ ഇത് ഇങ്ങനെ നിക്കണ്ട ആവശ്യമില്ല. ഇത് ഇവിടെ കൂട്ടുകാരനാന്ന് വിചാരിച്ചാ മതി. എന്തിട്ട് തേങ്ങ രോഹനില്ലല്ലോ നാണം, ജിതിനില്ലല്ലോ നാണം. ജിതിന്റെ നാട്ടിലുള്ളവരൊക്കെ ശ്രദ്ധിക്കുക, പെട്ടെന്നൊരു കല്യാണം ജിതിനെ ആലോചിക്കണം. അവന്റെ ഒരു അഭ്യർത്ഥനയാണ്. അല്ലെ അവന്റെ അച്ഛനാ വേണ്ടാലും മതി, പെട്ടെന്നൊരു കല്യാണം കഴിച്ചാൽ ഒരു സന്തോഷം. ആലോചിച്ചാലേ കേട്ടാൻ പറ്റൂല. അതെ, നമ്മളത് പരിപാടിയുടെ എൻട്രൻസിലേക്ക് കിടക്കാണ്. അതെ അതെ, ഇവിടെ നിന്ന് വളഞ്ഞ സ്ഥലത്തി ഇതിപ്പോ. അപ്പൊ നമ്മള് എന്നെ കാണിക്കണം, പക്ഷെ ഞാൻ പറയാം. എന്നാ പറയും. അപ്പൊ നമ്മളത് വിഷു പരിപാടിയുടെ എൻട്രൻസിലേക്ക് കിടക്കാണ്. അപ്പൊ എല്ലാവിധ പരിപാടിക്കും നമ്മ വിഷു പരിപാടിയിലേക്ക് കിടക്കാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ടീം ഗാർസിയും ഇഗോഡോട്ടിസും മറ്റേ ഇത് തരുമോ? ഇത് ഫ്രീ സദ്യ നമുക്ക് കഷ്ടപ്പെട്ടതിന്റെ പ്രമോട്ട് ചെയ്ത് എന്റെ ഒരു പ്രതീക്ഷ എന്താ വെച്ചാലേ, നമ്മളിപ്പോ ഞാനും ദേ ഇവനും ലഭിച്ചെടുക്കെ ഇവനും കൂടിയാണ് ഈ പ്രമോഷൻ ചെയ്തത്. തിരിഞ്ഞായിരിക്കണേ. അപ്പൊ ഫ്രീ ആയിട്ട് നമുക്ക് ചോറ് കിട്ടുമെന്ന് നമ്മളിപ്പോ നോക്കേണ്ടത്. കാരണം പൈസ ഇല്ല, 5 € കൊടുക്കണം. 5 എച്ചിത്തരായി പോലോ, എന്നാലും പറയണില്ല. ചോറ് കിട്ടുകയാണെങ്കിൽ ലാഭായി. വേറെ സാധനം എനിക്കിത് ഇഷ്ടമല്ല, ഞാൻ നിർത്തി. എന്റെ ആദ്യത്തെ 2 വീഡിയോയിൽ ചെയ്തു, പിന്നെ ഒന്നിനും എനിക്ക് ഇഷ്ടമല്ല. കാരണം എല്ലാരും ഇത് ചെയ്യണം. നമ്മൾ മാറ്റി പിടിക്കണം. അപ്പൊ നമുക്ക് ഗായ്സിനെ മച്ചന്മാരെന്ന് പറയാം. ഹലോ ബ്രോ. അതെ അതെ, എടാ നിനക്ക് മാത്രം മുണ്ട് കൊടുത്താ മതി. ഓ അവന്മാരെല്ലാം സെറ്റ് ചെയ്തട്ടാ, കഴിക്കാനും ഇരിക്കാനും. അതാരപ്പണ്ട അഡ്വാൻസ് ഒക്കെ ഉണ്ട്. ഇത് മറ്റവൻ. അങ്ങനെ നമ്മളെ പരിപാടി സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവരിവിടെ എന്ത് ടാലന്റ് പറയാനുള്ളത് ഈ പരിപാടിനെ പറ്റി? ടെൻഷനല്ലേ കാര്യം പറയും. സച്ചിനൊക്കെ നിനക്ക് ഇതിന് പറയാനല്ലേ? സുഖാണോ? അയ്യേ, ഇതാണ് ഇവിടുത്തെ മെയിന്. നാട്ടിലാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയണം, അളിയനൊരു ഇവന്റെ ആളാണിത്. ഇവര് തമ്മിൽ ഡിങ്കോൾഫി ആണെന്നാണ് നാട്ടിൽ സംസാരം. കണ്ട ഉണ്ട്. രോഹന് വീഡിയോയിൽ വരാനാണോ താല്പര്യം, വീഡിയോ എടുക്കാനാണോ താല്പര്യം? അന്ന് എടുത്തൂടെ? വീഡിയോ എന്റെ അമ്മാണ് പ്രമോഷൻ എടുത്തില്ലേ, ആ വീഡിയോയിലും കിടലൻ. വീഡിയോ ഉണ്ടാക്കാനായിട്ട് എടുത്ത സംവിധാനങ്ങളില്ലേ, അതാ കിടലൻ. ഒടുക്കത്തെ തെറി എന്നൊക്കെ പറഞ്ഞ വിഷയം തെറി. ഇവനൊക്കെ എന്ത് തെറി പറയണെന്ന് അറിയോ? അതാ പ്രശ്നം. ഞാൻ പറയട്ടെ, കിളവനൊക്കെ എത്തിയട്ടാ. കിളവൻ എന്നിട്ട് റെഡിയാവല്. റെഡിയൊന്നും ഉള്ളി കയറി പോയിക്കോ. പ്രതീക്ഷിക്കാത്ത ഫണ്ട് നിനക്ക് കിട്ടാം. ഇവിടെ വെച്ചിട്ടാണ് വിഷു പരിപാടികൾ നടക്കണ ഗൈസ്. പുൽക്കൂടാ എന്താ അത്യാവശ്യം കമ്പനി ആവശ്യമുണ്ടല്ലോ.
ഓ പണ്ടാരോ കല്യാണ ചക്കന്മാർ പാർട്ടിക്കാരൻ അപ്പുറത്തുനിന്ന് പാർട്ടിക്കാരൻ വരുന്നത് ചുബൊക്കെ ഇട്ടിട്ട് ഞാൻ പറയേ ഇതൊരു നല്ലൊരു ഇതാണ്. ഇങ്ങനൊരു ഇത് ഇവിടെ ആദ്യമായിട്ടാണ്. കാരണം വിഷു ഇതുവരെ ആരും നടത്തിയിട്ടില്ലല്ലോ. ആദ്യമായിട്ടാണ്. പിന്നെ ഇതൊരു ഒത്തൊരുമയുടെ ഒരു ഇതാണ്. അത് നടത്തുന്നതാണ് ആൽവിൻ അവറുകൾ. ആൽവിൻ അവറുകൾക്കൊക്കെ ഒരു പ്രത്യേക മുണ്ട കഴിച്ചിട്ട് കേട്ടാ. പട്ടിക്കൂട അല്ലടാ, അത് വേറെ എന്തോ വലിയ കൂടാ. ആ കപ്പടിക്കാൻ പോണ ഒരാള് ഒന്ന് സൂം ചെയ്തോ ചിലപ്പോ റീല് കിട്ടും. സത്യം സത്യം. ആ ശരീരം കേട്ടോ, ഒത്ത ശരീരം. കല്യാണം കഴിയാത്ത പെണ്ണുങ്ങള്, കല്യാണം കഴിഞ്ഞു പറ്റില്ല, കല്യാണം കഴിയാത്ത പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ സമീപിക്കാം. മെസ്സേജ് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ, വേറൊന്നും പറ്റില്ല. അതില്ല പുള്ളി. ആള് ക്യാമറ ഒന്ന് ഓഫായി കഴിഞ്ഞപ്പോ എല്ലാത്തിനും കിട്ടട്ടാ. ഇല്ല ഞാനാണ് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒരു ബീപ്പുമില്ല. എല്ലായിടും എന്താണ് വിശേഷം? പറയ നാട്ടിലുള്ളവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല സുഖം. എന്ത് സുഖം? കൃഷി ഇതിനെ പറ്റി എന്തിനു പറയേ? പരിപാടിയെ പറ്റി പറ. നമ്മള് സദ്യക്കുള്ള പരിപാടി ആദ്യം ഫുഡ്, അത് കഴിഞ്ഞിട്ടാണ് എന്ത് മത്സരം. തിന്നു കഴിഞ്ഞാ പിന്നെ പോളിംഗ് കുറഞ്ഞോളും. ഇതിപ്പോ അടുക്കളയില് മൊത്തം ആൾക്കാര്. ഇതല്ലാത്ത കഷ്ടക്കേട്ടാ. എടാ ഇത് തണുക്കൂടാ, ഇത് ചൂട് പോളിയാ. സച്ചിനെ ഈ പരിപാടി അവതരിപ്പിക്കുമ്പോ എനിക്ക് മനസ്സിൽ ക്യാമറ വന്നാൽ വെടിക്കുറ്റിയാവുക. അതാണ് ഒരു ചമല് ഇവന്റ്. അടുത്ത ആള് പോസ്റ്റ് ഇട്ടിട്ട് അത് ക്യാമറയിൽ വരാൻ വേണ്ടി വന്നാണ്. ഇപ്പൊ എന്നാലും അല്ലെങ്കിൽ കുടുകൂട് ഫണ്ട് വേണം. നിങ്ങളൊക്കെ എന്താ ഇന്നൊരു ഫണ്ട് പറയാത്ത? ഓരോരുത്തരും അവിടെ നിന്ന് ഇവിടത്തൊക്കെ വിളിക്കും. അത് ഞാനുണ്ടല്ല. അപ്പൊ ഇതോ, ഇത് മറ്റേ പാറ്റടിച്ചോ അവിടുത്തെ പിള്ളേർക്ക് അച്ചാറെ കൊണ്ടുപോയി. നീ വെക്കണ്ടേ, വെള്ളം കുടിച്ചില്ല, അത്രേ ഉള്ളൂ. അപ്പഴേക്കല്ലേ സൈലന്റ് കേട്ടോ. നോക്ക് ജിത്തുവിന്റെ ഒക്കെ ഒരു എക്സ്പ്രഷൻ. അല്ലെ അതിപ്പോ എനിക്ക് കല്ല് വെച്ച് തരാൻ പറ്റും. അതിനകത്ത് പിടിച്ചിരിക്കുന്നത് ഓ അവന്റെ ഒരു മാസം ഉണ്ടല്ലോ. ഓ അണ്ണൻ കൂടെ ഓ അണ്ണൻ പോയിടാ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരത് കാണുന്നുണ്ട് എല്ലാവരും കൂടെ. ഇത് മറ്റേ എന്താണ് പ്രകാശില് മറ്റേങ്ങനെ കഴിക്കൂലേ? കുറച്ച് പെട്ടിട്ടുണ്ട് ഒക്കെ അവിടെ എക്സ്പ്രഷൻ. എടാ ഇതാടാ വെയിറ്റ് കൂടുതല്, കൊറേ നേരം പിടിച്ചിരിക്കണം. അതാണോ പരിപാടി? അത് കൊള്ളാം കൊള്ളാട്ടോ. അതാ ചിരിച്ചിരുന്നു. ഇല്ലല്ലേ എന്നെ പിടിച്ചിട്ട് എന്താ അറിയാം? അവൻ ഫണ്ട് പറഞ്ഞ കഴിഞ്ഞു. അത് അല്ലാതെ പറയാ പറയാൻ നീ പിടിക്കുമെന്നറിയാം. ഓ ആഷിക്കിന്റെ ലുക്ക് എന്നൊക്കെ പറഞ്ഞ ഏതാലേ ഫോട്ടോ അതിന്റെ വീഡിയോ എടുക്കും. എന്താ മൈക്ക് വേണേ എന്തിനും പറ. മൈക്ക് നമുക്ക് ഇഷ്ടംപോലെ മൈക്കാ. ഓ ഷിറ്റ്, ഇവിടെ കട്ട് ലൈൻ കട്ട്. പക്ഷെ ആഷിക്കണ്ണനെ ഇവിടെ നോക്കുമ്പോൾ ഒരു ചന്ത ഉണ്ടല്ലോ, അത് ഇവിടെ ഒരു ആർക്കും ഇല്ല. ഓ എവിടെ അങ്ങനെ വെച്ചാൽ ഞാൻ പറയാം.
അതെ 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 ആക്ടിങ് കമോൺ ഫേസ് അടിയ കുറച്ച് നിഖില് അവിടെ മെയിൻ ആവുകയാണെന്ന് വെച്ചാൽ ഇത്ര ആൾക്കാരെ മുന്നിലേ മെയിൻ ആവാൻ വേണ്ടി അങ്ങോട്ട് സംസാരിച്ചാട്ടോ അവര് പരിപാടി ഒന്നും അറിയില്ല. ആരുടെയോ ചോറ ബാലോ സംഭവം അറിയോ? ആ നിക്കണ അവളുടെ ചെക്കൻ ആ അറ്റത്ത് നിഖിലുണ്ടല്ലോ ലെവല് അതിന്റെ ഇടയിൽ കൂടെ ട്രൈ അടിക്കണ ട്രൈ വേണമെന്ന് നോക്കിയോ സിനിമാറ്റിക് ഷോ കാണാ ഒന്ന് മാറ്റി നീങ്കിലേ വീട്ട് എടാ നീങ്കിലേ ഇതിന്റെ ഇടയിലും നീങ്കിലേ കിട്ടിയ മുതലാക്കല്ലേ അവിടെ മുഖൊക്കെ ചോക്കുന്നേട്ടാ നിന്റെ മൈ കണ്ട് എന്റെ മോനെ അങ്ങനെ അണ്ണൻ ജയിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ വ്ലോഗ് ഇതോടെ കഴിഞ്ഞു. ടാറ്റ.